Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. മലയാള സാഹിത്യ രംഗത്തെ പ്രമുഖ നിരൂപകനും ചിന്തകനുമായ EP രാജഗോപാലന് ഈ വർഷത്തെ ഓടക്കുഴൽ പുരസ്കാരം. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സാഹിത്യ വിമർശന ഗ്രന്ഥമായ ഉൾക്കഥയ്ക്കാണ് അംഗീകാരം ലഭിച്ചത്. G ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം. പൊട്ടിപ്പൊളിഞ്ഞ മാടായി വാടിക്കൽക്കടവ് റോഡ് വഴിയുള്ള യാത്ര ദുരിതയാത്ര. മാടായി മാട്ടൂൽ നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ സാരഥികൾക്കാകുമോ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. റെയിൽവേ ഭൂമിയിൽ വ്യാപകമായി മാലിന്യം തള്ളിയതിന് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 5000 രൂപ പിഴ ചുമത്തി. മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസര പ്രദേശങ്ങളിലും റെയിൽവേ ഉടമസ്ഥതയിലുള്ള മുത്തപ്പൻ മടപ്പുര കോമ്പൗണ്ടിലുമാണ് വ്യാപകമായി മാലിന്യങ്ങൾ തള്ളിയത് കണ്ടെത്തിയത്. കണ്ണൂരിന് കുതിപ്പേകാൻ കരിവള്ളൂർ ഹൈസ്കൂളിൽ നിന്നും നിരവധി പ്രതിഭകൾ. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 46 പ്രതിഭകളാണ് ഈ വിദ്യാലയത്തിൽ നിന്നും പങ്കെടുക്കുന്നത്. വാർത്തകൾ വിശദമായി. മലയാള സാഹിത്യ രംഗത്തെ പ്രമുഖ നിരൂപകനും ചിന്തകനുമായ EP രാജഗോപാലന് ഈ വർഷത്തെ ഓടക്കുഴൽ പുരസ്കാരം. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സാഹിത്യ വിമർശന ഗ്രന്ഥമായ ഉൾക്കഥയ്ക്കാണ് അംഗീകാരം ലഭിച്ചത്. G ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം. മലയാളത്തിലെ കഥാസാഹിത്യത്തെയും അതിന്റെ ഘടനയെയും ആഴത്തിൽ വിശകലനം ചെയ്യുന്ന കൃതിയാണ് ഉൾക്കഥ. 2025 ഓടക്കുഴൽ അവാർഡ് ജേതാവ് EP രാജഗോപാലൻ മാഷാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആദ്യം തന്നെ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. മാഷ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ആ അവാർഡിന്റെ സന്തോഷം നമ്മളോട് പങ്കിടുന്നത്? അവാർഡിന്റെ സന്തോഷം ഇല്ല, എഴുതുന്നതിന്റെ ത്രില്ലാണ് ശരിയായത്. അവാർഡുകൾ ഇപ്പോൾ ഈ പ്രായത്തിൽ ഇപ്പോൾ അവാർഡ് പല സാഹിത്യ അക്കാദമി അവാർഡൊക്കെ 25 കൊല്ലം മുമ്പേ കിട്ടി. അവാർഡ് വല്ല സന്തോഷം തരുന്നില്ല. പക്ഷെ പുതിയ ആളുകൾ ഈ പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ലതാണ് അതിൻ്റെ സന്തോഷകരമായിട്ടുള്ള കാര്യം. അവാർഡിൻ്റെ കേവലമായിട്ടുള്ള സന്തോഷമില്ല, ഒട്ടുമില്ല. ഇത് ഒരു പുതിയ മട്ടിൽ കഥകളെ സമീപിക്കാൻ ശ്രമിക്കുന്നൊരു പുസ്തകമാണ്. മലയാളത്തിൽ നോവൽ പഠനങ്ങളും കവിതാ പഠനങ്ങളാണ് കൂടുതൽ, ചെറുകഥാ പഠനങ്ങൾ പൊതുവെ കുറവാണ്. ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വന്നതാണ്. മാതൃഭൂമിക്ക് പുതിയ പത്രാധിപരുണ്ടാവും, സുഭാഷ് ചന്ദ്രൻ. അപ്പോൾ ആ സുഭാഷ് ചന്ദ്രൻ ചുമതലയേറ്റ സമയത്ത് എന്നോടൊരു കോളം പങ്ക്തി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ പങ്ക്തിയുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് അദ്ദേഹം ആശയങ്ങളൊന്നും പറഞ്ഞില്ല, ഒരു പങ്ക്തിയാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞങ്ങൾ പല വിഷയങ്ങൾ ആലോചിച്ചു. പിന്നെ ലാൻഡ് ചെയ്ത് ഈ വിഷയത്തിലാണ്, ചെറുകഥയെക്കുറിച്ച് എഴുതാം എന്നുള്ളത്. ഞാൻ ചെറുകഥ മുമ്പ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു വർഷം 49 ലക്കം, അതായത് ഏതാണ്ടെന്ന് പറഞ്ഞത് 51 അല്ല, 49 ലക്കം അത് എഴുതി. അത് വലിയ വിഷമമായിട്ടുള്ളത്. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും 10 ലക്കം മറ്റോ അവർക്ക് കിട്ടണം രാവിലെ. അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ തയ്യാറാക്കി അയക്കണം. പിന്നെ ചിത്രം വരക്കാൻ സമയം വേണം. 11 മണിക്ക് അച്ചടിക്ക് പോകും. അങ്ങനെ എന്തോ ആണ് ഏർപ്പാട്. അപ്പോൾ ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന ഒരു പങ്ക്തിയാണ് പിന്നീട് ഉൾക്കഥ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതെ, ആ പങ്ക്തിയുടെ പേരെന്നെ ഉൾക്കഥ എന്നായിരുന്നു. അതേ പേരിലൂടെയാണ്, ആ പേരോടുകൂടിയാണ് അത് പിന്നെ മാതൃഭൂമി പുസ്തകമാക്കിയത്. അത് PN ഗോപികൃഷ്ണൻ്റെ അവതാരിയോടുകൂടി പുസ്തകമാക്കി. അതാണ് എൻ്റെ ചരിത്രം. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഓടക്കുഴൽ അവാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ G ശങ്കരക്കുറുപ്പിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ആദ്യം ഓടിയെത്തുന്നത്. എങ്ങനെയാണ് മാഷ അതിനെ പറ്റി എന്ന് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞിരാമൻ നായരെ പോലെ, വൈരവിളിയെ പോലെ വലിയ കവിയാണ് G ശങ്കരക്കുറുപ്പ്. വളരെ മികച്ച വിവർത്തകനുമാണ്. ഇപ്പോൾ ഗീതാഞ്ജലി, ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്ക് ഒരുപാട് വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വീണ്ടും വീണ്ടും സന്ദർശിക്കുന്ന വിവർത്തനം G ശങ്കരക്കുറുപ്പിൻ്റെ ആണ്. അപ്പോൾ അദ്ദേഹം ജ്ഞാനപീഠ സമ്മാനം, അദ്ദേഹത്തിന് 1ാമത്തെ ജ്ഞാനപീഠ സമ്മാനം കിട്ടി.
അതിന് നീക്കിവെച്ച തുകയാണ് ഇതിന്റെ തുടക്കം. ഇന്നതായിക്കൊള്ളുന്നില്ല, അത് 100 ലക്ഷം രൂപ മറ്റാണ്. അപ്പൊ അതിൽ നിന്ന് ചെറിയ പൈസ മാറ്റി വെച്ചായിരിക്കും. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഇതിലുണ്ട്. അദ്ദേഹം വളരെ വ്യത്യസ്തമായ മഹാരാജാസ് കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തെ നേരിട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും വലിയ കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡ് തീർച്ചയായിട്ടും. ഈ സന്തോഷം എന്നുള്ള വാക്കിൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല കേട്ടോ. ഈ എഴുത്ത് ഒട്ടും സന്തോഷമുള്ള തരുന്നതല്ല, അത് നമുക്ക് വലിയ ആത്മപീഡനമാണ് ശരിക്കും. അല്ലാതെ ബുദ്ധിമുട്ടിട്ടുണ്ടാക്കുന്നതാണ് എഴുത്ത്. ഞാൻ എൻ്റെ എഴുത്ത് പ്രത്യേകിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ മാടായി വാടിക്കൽക്കടവ് റോഡ് വഴിയുള്ള യാത്ര ദുരിതയാത്ര. മാടായി മാട്ടൂൽ നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ സാരഥികൾക്ക് ആകുമോ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ജില്ലാ പഞ്ചായത്തിനു കീഴിലാണ് വാടിക്കൽക്കടവ് റോഡ്. മാടായി മാട്ടൂൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. മാട്ടൂൽ പ്രദേശങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ നിരവധി പേർ ആശ്രയിക്കുന്ന റോഡ് ഈ വിധത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. ടാറിങ് ഇളകി വൻ കുഴികൾ രൂപപ്പെട്ട റോഡ് ഒരു മഴ പെയ്താൽ ചെളിക്കുളമാകും. കഴിഞ്ഞ ദിവസം മഴ പെയ്തതോടെ റോഡിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. കുഴി ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ദിവസേന നിരവധി പേരാണ് ഇതുവഴി കടന്നുപോകുന്നത്. കുഴിയിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. റോഡിന്റെ അവസ്ഥ വെച്ചാൽ വളരെ മോശം. സൈഡിലെ കൂടി നടന്നു പോവാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ വീട് ഇതിന്റെ അടുത്താണ്. ഇപ്പം നമ്മ എന്ന് വെച്ചാൽ ഇപ്പൊ ഡെയിലി പോയി വരുന്ന ആൾക്കാരാണ്. അപ്പൊ വണ്ടി ഇങ്ങനെ സൈഡ് അടുപ്പിച്ചിട്ടാ പോകുന്നത്. നമുക്ക് ഭയങ്കര പേടിയാണ്. ഈ റോഡിലെ കൂടി നടക്കാൻ തന്നെ പേടിയായിട്ടില്ലേ. അത്രയ്ക്കും മോശം അവസ്ഥ. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. മുൻപും നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടിരുന്നു. റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്താൻ ഇനിയും നടപടി ഉണ്ടായിട്ടില്ല. നിലവിൽ ജില്ലാ പഞ്ചായത്താണ് റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തി നടത്തുന്നത്. റോഡ് PWD ഏറ്റെടുത്ത് മെക്കാഡം ടാറിംഗ് ഉൾപ്പെടെ ചെയ്യണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എത്ര വർഷങ്ങളായിട്ടുള്ള അവസ്ഥ ഇത്. കുറച്ച് ഇതായിട്ട് വന്ന മിസ്റ്റേക്ക് വരുമ്പോൾ പെറ്റ് ചെയ്യും, പിന്നീട് ആദ്യം ഇത് പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഒന്നും അല്ലാത്ത രീതിയിലേക്ക് പോകും. ഇതിൻ്റെ പാവഭാരങ്ങൾ ഓട്ടോറിക്ഷക്കാരും നമ്മളെപ്പോലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞാൽ ചെറിയ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതാകുന്നത്. ബസ്സിലെ കൂടി പോകുന്നില്ല. സ്കൂൾ വാഹനങ്ങളും ചെറിയ കുട്ടികളെല്ലാം കൊണ്ടുപോകുന്ന വാഹനങ്ങളും സ്കൂൾ വാഹനവും തന്നെ കാര്യമായിട്ട് അവരെല്ലാം വളരെയധികം വിഷമം അനുഭവിക്കുന്നതിൻ്റെ കൂടി. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണ്ടപ്പെട്ട അധികാരികൾ ചെയ്യണമെന്നുള്ളതാണ് പറയാനുള്ളത്. അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മാടായി മാട്ടൂൽ പഞ്ചായത്ത് അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. റെയിൽവേ ഭൂമിയിൽ വ്യാപകമായി മാലിന്യം തള്ളിയതിന് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 5000 രൂപ പിഴ ചുമത്തി. മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസര പ്രദേശങ്ങളിലും റെയിൽവേ ഉടമസ്ഥതയിലുള്ള മുത്തപ്പൻ മടപ്പുര കോമ്പൗണ്ടിലുമാണ് വ്യാപകമായി മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നതായി കണ്ടെത്തിയത്. മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസര പ്രദേശങ്ങളിലും റെയിൽവേ ഉടമസ്ഥതയിലുള്ള മുത്തപ്പൻ മടപ്പുര കോമ്പൗണ്ടിലുമാണ് വ്യാപകമായി മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് കണ്ടെത്തിയത്. ഭക്ഷണാവശിഷ്ടങ്ങളും ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ കഴിയുന്ന നിരവധി പ്ലാസ്റ്റിക് കവറുകളുമാണ് മടപ്പുരയ്ക്ക് സമീപത്ത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നതായി കണ്ടെത്തിയത്. സർക്കാർ ഉത്തരവ് പ്രകാരം നിരോധിത തെർമോകോൾ പ്ലേറ്റുകൾ ഉൾപ്പെടെയാണ് മടപ്പുരയ്ക്കുള്ളിൽ വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മാട്ടൂൽ പുതിയങ്ങാടി റോഡിലും റെയിൽവേ പാർക്കിങ്ങിനോട് ചേർന്ന പ്രദേശങ്ങളിലും ചാക്കുകളിലും അല്ലാതെയും നിരവധി മാലിന്യങ്ങളാണ് തള്ളിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്ത് കോൺക്രീറ്റ് റിംഗിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിച്ചു വരുന്നതായും കണ്ടെത്തി. മാലിന്യങ്ങൾ വലിച്ചെറിയൽ വളരെ വ്യാപകമായി റെയിൽവേ ഭൂമിയിൽ നടന്നുവരുന്നുണ്ടെന്നും മാലിന്യം വലിച്ചെറിയുന്ന വ്യക്തികൾക്കെതിരെയും ശക്തമായ നടപടികൾ വരും ദിവസങ്ങളിൽ സ്വീകരിക്കുമെന്ന് സ്ക്വാഡ് അറിയിച്ചു. മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ CCTV, ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് നിർദ്ദേശം നൽകി. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം 5000 രൂപ പിഴ ചുമത്തി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി, ദിബിൽ CK, മാടായി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ നീതു രവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ണൂരിന് കുതിപ്പേകാൻ കരിവെള്ളൂർ ഹൈസ്കൂളിൽ നിന്നും നിരവധി പ്രതിഭകൾ. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 46 പ്രതിഭകളാണ് ഈ വിദ്യാലയത്തിൽ നിന്നും പങ്കെടുക്കുന്നത്.
കണ്ണൂരിന്റെ കുതിപ്പിന് ശക്തി പകരാൻ കരിവെള്ളൂർ ഹൈസ്കൂളിൽ നിന്ന് 46 പ്രതിഭകൾ. തൃശൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 46 കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്രവർഗ നൃത്ത ഇനങ്ങളായ പണിയ നൃത്തം, ഇരുള നൃത്തം എന്നീ 2 ഇനങ്ങളിലും കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിക്കുന്നത് കരിവെള്ളൂരിലെ കുട്ടികളാണ്. അതുപോലെ തിരുവാതിരക്കളി മത്സരത്തിലും കരിവെള്ളൂരിലെ പ്രതിഭകൾ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി മത്സരിക്കും. പ്രത്യേക പരിശീലനമില്ലാതെയാണ് തിരുവാതിരക്കളിയിൽ കുട്ടികൾ ജില്ലയിൽ 1ാം സ്ഥാനം നേടിയത്. വർഷങ്ങളായി പൂരക്കളിയിലും ഈ വിദ്യാലയത്തിലെ കുട്ടികൾ മത്സരിക്കും. ഒരു പതിറ്റാണ്ടിലധികമായി കരിവെള്ളൂർ ടീം തന്നെയാണ് സംസ്ഥാന തലത്തിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിക്കുന്നത്. കൂടാതെ നിരവധി വ്യക്തിഗത ഇനങ്ങളിലും ഇവർ മാറ്റുരയ്ക്കുന്നു. ദിവസങ്ങളിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 46 കുട്ടികളാണ് മത്സരിക്കുന്നത്. ഒരു സർക്കാർ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു അവസരമാണിത്. പ്രത്യേകിച്ചും പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്രവർഗ നൃത്ത ഇനങ്ങളായ പണിയ നൃത്തത്തിലും ഇരുള നൃത്തത്തിലും ഈ 2 ഇനങ്ങളിലും കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് തൃശ്ശൂരിൽ പങ്കെടുക്കുന്നത് കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭ 2025 വാർഷിക പദ്ധതിയിൽ 5333 പാക്കറ്റ് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. മുനിസിപ്പൽ തല വിതരണോദ്ഘാടനം പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ 2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. മുനിസിപ്പൽ തല വിതരണോദ്ഘാടനം വെള്ളൂർ AKG ക്ലബ് പരിസരത്ത് വെച്ച് പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കർഷകൻ K. ഗോവിന്ദൻ വിത്തുകൾ ഏറ്റുവാങ്ങി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർമാരായ ജ്യോതി KV, ദാക്ഷായണി, ശ്രീജ K, കാർഷിക വികസന സമിതി അംഗങ്ങളായ അബ്ദുൽ അസീസ്, രവീന്ദ്രൻ K എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ AV രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണീർ കൊയ്തെടുത്ത കുണിയനിലെ നെൽകർഷകർ. ഇക്കൊല്ലവും ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിച്ചു. എന്ന് പരിഹാരമുണ്ടാകുമെന്നാണ് കർഷകരുടെ ചോദ്യം. കർഷകരുടെ 2ാം വിളയാണ് ഉപ്പുവെള്ളം കയറിയതുമൂലം ഈ വർഷവും നശിച്ചിരിക്കുന്നത്. ഉപ്പുവെള്ള ഭീഷണി നേരിടുന്ന ചെറിയില, തെക്കനം, കൂർക്കൂട്ടം വഴി കുണിയൻ, പടിഞ്ഞാറ്, കൊയോങ്കര, പാടിയിൽ, കാറമേൽ പാടശേഖരങ്ങളിലായി വളരെ കുറച്ച് കർഷകർ മാത്രമേ ഇത്തവണ 2ാം വിള കൃഷി ഇറക്കിയിട്ടുള്ളൂ. ഡിസംബർ 25 ഇത്തവണ ഉപ്പുവെള്ളം കയറാൻ തുടങ്ങിയത്. കുണിയൻ പുഴ കാരതലിച്ചാലം അണക്കെട്ട് വഴി കവ്വായി കായലുമായി ചേർന്ന് അറബിക്കടലിൽ എത്തുകയാണ് ചെയ്യുന്നത്. പുഴയിൽ വെള്ളം കുറയുമ്പോൾ വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം തിരിച്ചൊഴുകും. ചിലപ്പോൾ ഇത് സമീപത്തെ വയലുകൾ മുഴുവൻ നശിപ്പിച്ച് 15 കിലോമീറ്റർ അകലെയുള്ള കാലിക്കടവ് പാലം വരെ എത്തും. 1970 നിർമ്മിച്ച കാരതലിച്ചാലം അണക്കെട്ടാണ് 45 വർഷക്കാലത്തോളം ഉപ്പുവെള്ളം തടഞ്ഞു നിർത്തി വടക്കുഭാഗത്തുള്ള വയലുകളെ സംരക്ഷിച്ചത്. കാലപ്പഴക്കം മൂലം ഈ അണക്കെട്ട് നശിച്ചതോടെയാണ് ഉപ്പുവെള്ളം കർഷകരുടെ പേടി സ്വപ്നമായത്. മൂരാനേ ഇല്ല, മൂരം പെണ്ണുങ്ങ വരുന്നുമില്ല, നമ്മൾ 2ആളും തന്നെ മൂരുന്നു. ഇതിന് താൽക്കാലികം ഒരു പരിഹാരം കിട്ടുമെന്ന് പറയുന്നതിന് അതിനെ കൊണ്ട് ഒരു കാര്യമില്ല. കാരിൽ അണക്കെട്ടിന്റെ പുതിയൊരു പദ്ധതി വന്നാലേ നമ്മൾക്കൊരു ഗുണം കിട്ടുള്ളൂ. 14 കൊല്ലമായി കൃഷി എടുക്കാതെ നശിച്ചു പോകുന്നു. കഴിഞ്ഞ വർഷവും കൊയ്തെടുക്കാനായ സമയത്ത് ഉപ്പുവെള്ളം കയറി കുണിയൻ കിഴക്കുഭാഗത്തെ കൃഷി നശിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 3 വയസ്സുകാരനായ കുട്ടിയുടെ ശ്വാസനാളത്തിൽ കുടുങ്ങിയ TV റിമോട്ടിന്റെ LED ബൾബ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശു ശസ്ത്രക്രിയാ വിഭാഗത്തിലെ ഡോക്ടർമാർ നീക്കം ചെയ്തു. 3 വയസ്സുകാരനായ കുട്ടിയുടെ ശ്വാസനാളത്തിൽ കുടുങ്ങിയ TV റിമോട്ടിന്റെ LED ബൾബ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശു ശസ്ത്രക്രിയാ വിഭാഗത്തിലെ ഡോക്ടർമാർ നീക്കം ചെയ്തു. വളരെ സങ്കീർണമായ ബ്രോങ്കോസ്കോപ്പി ശസ്ത്രക്രിയക്കാണ് ശിശു ശസ്ത്രക്രിയാ വിഭാഗത്തിലെ ഡോക്ടർ വരുൺ ശബരി നേതൃത്വം നൽകിയത്. ഡോക്ടർ അനു, ഡോക്ടർ നാഗദിവ്യ എന്നിവർ അനസ്തേഷ്യ നൽകി. സിസ്റ്റർ ബബിത സഹായിയായി. ശ്വാസതടസ്സ ലക്ഷണങ്ങളുമായി വന്ന കുട്ടിയെ ബ്രോങ്കോസ്കോപ്പിയിലൂടെ LED ബൾബ് നീക്കം ചെയ്യുകയും പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് വിടുകയും ചെയ്തു. കളിക്കോപ്പുകളിലും മറ്റുമുള്ള ചെറിയ ഭാഗങ്ങൾ പലപ്പോഴും ഇതുപോലെ ശ്വാസനാളത്തിൽ കുടുങ്ങി ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുദീപ് പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളിൽ ചിലവേറിയ നടപടിക്രമമാണ് വളരെ ചുരുങ്ങിയ ചിലവിൽ ചെയ്തത്. ബ്രോങ്കോസ്കോപ്പിക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ, നഴ്സിംഗ് വിഭാഗം ജീവനക്കാർ, ഓപ്പറേഷൻ തിയേറ്റർ ജീവനക്കാർ എന്നിവരെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് അഭിനന്ദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
ഫേസ് മാതമംഗലം ജനുവരി 25, 26, 27 തീയതികളിൽ നടത്തുന്ന കേസരി നായനാർ പുരസ്കാര വിതരണത്തിന്റെയും നാടകോത്സവത്തിന്റെയും സംഘാടക സമിതി ഓഫീസ് തുറന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KV ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫേസ് മാതമംഗലം ജനുവരി 25, 26, 27 തീയതികളിൽ നടത്തുന്ന കേസരി നായനാർ പുരസ്കാര വിതരണത്തിന്റെയും നാടകോത്സവത്തിന്റെയും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ആദ്യ ടിക്കറ്റ് വിൽപ്പനയും മാതമംഗലം ബസാറിൽ നടന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KV ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനുവരി 25-ന് പുരസ്കാര വിതരണവും 26, 27 തീയതികളിൽ നാടകോത്സവവും നടക്കും. സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ഇത്തവണ പുരസ്കാരം. ചടങ്ങിൽ K മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. KV സുനുകുമാർ സ്വാഗതവും P ദാമോദരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കേരള പൂരക്കളിക്കല അസോസിയേഷൻ കൊഴുമൽ ശ്രീ മാക്കിൽ മുണ്ടേക്കാവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പന്നിക്കേൻ സുജിൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മുണ്ടേക്കാവ് അങ്കണത്തിൽ നടന്ന അനുസ്മരണ യോഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള പൂരക്കളി കലാ അസോസിയേഷൻ കൊഴുമൽ ശ്രീ മാക്കിൽ മുണ്ടേക്കാവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പന്നിക്കേൻ സുജിൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മുണ്ടേക്കാവ് അങ്കണത്തിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കലാരൂപമാണ് പൂരക്കളി. ആ രംഗത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കായികവും അനുഷ്ഠാനപരവുമായ ശരീരം കൊണ്ടുള്ള പ്രകടനം പൂരക്കളിയുടെ ഏറ്റവും സവിശേഷതയുള്ളൊരു കാര്യമാണ്. ഈ പുതിയ കാലത്തെ സംഗീത മേഖലയായിട്ടുള്ള റാപ്പ് സംഗീതത്തിൽ വേടൻ്റെ ഒരു വരിയുണ്ട്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നാണ് വലിയ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു വരിയാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ അധ്യക്ഷനായി. റിട്ടയർഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ M ബാലൻ മാസ്റ്റർ അനുസ്മരണ ഭാഷണം നടത്തി. K മധുസൂദനൻ, P വിജയൻ മാസ്റ്റർ, N കൃഷ്ണൻ, P സുലോചന, M രഘുനാഥൻ, സനേഷ് P തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് V ഗോപാലകൃഷ്ണൻ പണിക്കർ മടിക്കൈ, P ഭാസ്കര പണിക്കർ കൊയോങ്കര എന്നിവരുടെ മറത്തുകളിയും കേരള പൂരക്കളി കലാ അസോസിയേഷൻ കുണിയൻ പറമ്പത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം യൂണിറ്റിന്റെ പൂരക്കളി പ്രദർശനവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിൽ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം, കേരളത്തിലെ കാഴ്ചപ്പാടുകളും പ്രയോഗങ്ങളും എന്ന വിഷയം ആസ്പദമാക്കിയുള്ള ദ്വിദിന ദേശീയ ശില്പശാലയ്ക്ക് തുടക്കമായി. കേരളത്തിന്റെ അകത്തും പുറത്തുനിന്നുമായി 100ഓളം ഗവേഷക വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാല ഫോറസ്റ്റ് ബയോളജി വകുപ്പ് മേധാവിയും കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ മെമ്പറുമായ ഡോക്ടർ AV സന്തോഷ് കുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പുരാണ കൃതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലുള്ള കാടുകൾ, ഭൂമിയിലുണ്ടായിരുന്ന കാടുകളെ ഇന്ത്യൻ രീതിയിൽ 3 തരത്തിലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് തപോവനങ്ങളാണ്. തപോവനങ്ങൾ എന്ന് പറഞ്ഞാൽ തപസ്സിരിക്കുന്ന മഹർഷിമാർ പോകുന്നു, അവർ തപസ്സിരിക്കുന്നു, മറ്റുള്ളവരാരും അതിൽ കയറില്ല. അപ്പം താരതമ്യേന മനുഷ്യൻ്റെ ഇടപാടുകളില്ലാത്ത അത്തരം വനങ്ങൾ. പിന്നെ രണ്ടാമത് വരുന്ന മഹാവനങ്ങളാണ്. തപോവനത്തിൽ തപസ്സിരിക്കുന്നതാണെങ്കിൽ മഹാവനങ്ങളിൽ തപസ് പോലും ഇരിക്കില്ല. ഇന്നത്തെ ഒരു ബാലൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ, നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നതിന് തതുല്യമായിട്ടുള്ള വനങ്ങൾ. പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിലെ ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വൈശാഖ് CM മുഖ്യപ്രഭാഷണം നടത്തി. കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് ജില്ലാതല കോർഡിനേറ്റർ അക്ഷര മധു, ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ സംഗീത K, മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിഷി ജോർജ്, സാമൂഹ്യ പ്രവർത്തന വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ യഹിയ VU, സ്റ്റുഡൻസ് കോർഡിനേറ്റർ അക്ഷയ് മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ AV സന്തോഷ് കുമാർ പ്രഭാഷണം നടത്തി. കേരളത്തിന്റെ അകത്തും പുറത്തുനിന്നുമായി 100ഓളം ഗവേഷക വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു. ശില്പശാല വ്യാഴാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജ്യോത്സ്യർ അച്ചംവീട്ടിൽ നാരായണ പൊതുവാൾ 10ാം ചരമവാർഷികം ജനുവരി 17-ന് ശനിയാഴ്ച വൈകിട്ട് 4:30-ന് പയ്യന്നൂർ BM LP സ്കൂളിൽ നടക്കും. ഡോക്ടർ രാജു നാരായണ സ്വാമി IAS ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ജോത്സ്യർ അച്ചംവീട്ടിൽ നാരായണ പൊതുവാൾ 10ാം ചരമവാർഷികം 2026 ജനുവരി 17 ശനിയാഴ്ച വൈകിട്ട് 4:30 പയ്യന്നൂർ BM-LP സ്കൂളിലെ അച്ചംവീട്ടിൽ എഴുത്തച്ഛൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി IAS ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. TK നാരായണൻ മാസ്റ്റർ രേഖ കൈമാറ്റം സംബന്ധിച്ച് ഹ്രസ്വ വിവരണം നടത്തും. BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സാധു വിനോദൻ അനുഗ്രഹ ഭാഷണം നടത്തും. കർണാടക മുൻ മന്ത്രി B രാമനാഥ റായ്, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മുൻ ട്രസ്റ്റി K മോഹനചന്ദ്രൻ നമ്പ്യാർ, CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ്, PU രാജൻ, ഡോക്ടർ KK ശ്രീനിവാസൻ, ഡോക്ടർ KK സോമശേഖരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് KK ശ്രീധരൻ, ഡോക്ടർ KK ശ്രീനിവാസൻ, ഡോക്ടർ KK സോമശേഖരൻ, കരുണാകരൻ KK തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സമസ്ത 100ാം വാർഷികത്തിന്റെ ഭാഗമായി മാടായിൽ നിന്നും കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചു. ജാഥ കണ്ണൂരിൽ സമാപിക്കും. പ്രസ്ഥാനം പിറവിക്കൊണ്ടതിന്റെ 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 100ാം വാർഷിക ഐതിഹാസിക മഹാസമ്മേളന സ്വാഗത സംഘം കമ്മിറ്റി അണിയിച്ചൊരുക്കുന്ന ഉത്തരമേഖല പദയാത്രയാണ് ഇതുവരെ കടന്നു വരുന്നത്. പിന്നിട്ട വഴികളിൽ സ്നേഹോഷ്മളമായ നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇതാ ഈ വഴിത്താരകളെ ധന്യമാക്കി കടന്നു വരിക. സമസ്ത 100ാം വാർഷികത്തിന്റെ ഭാഗമായി മാടായിൽ നിന്നും കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചു. മാടായിൽ സയ്യിദ് സൗഫാൻ കോയത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. മുഹമ്മദ് ഷെരീഫ് വാഖഫി, AK അബ്ദുൽ ബാഖി, ഷഹീർ പാപ്പിനിശ്ശേരി, മുഹമ്മദ് അസ്ലം, അസ്രി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജാഥ കണ്ണൂരിൽ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും IHRDയും ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന 3ാമത് അന്താരാഷ്ട്ര കോൺക്ലേവിൽ ഇത്തവണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയെ അടുത്തറിയാൻ സൗകര്യമൊരുക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ IHRD സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 16 മുതൽ 18 വരെയാണ് അന്താരാഷ്ട്ര കോൺക്ലേവ് നടക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ദേശീയ അന്തർദേശീയ രംഗത്തെ പ്രമുഖർ കോൺക്ലേവിലെ വിവിധ സാങ്കേതിക സെഷനുകളിലായി അറിവുകൾ പങ്കുവെക്കും. AI മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും ഭാവി സ്വപ്നം കാണുന്നവർക്കും പുതിയ സാങ്കേതിക വിദ്യയെ അറിയാനും വെല്ലുവിളികൾ മനസ്സിലാക്കാനും മികച്ച അവസരമാകും തുറന്നു കിട്ടുക. വിദ്യാർത്ഥികൾക്കായി ഡിസൈനിങ്, കോഡിംഗ്, AI മോഡൽസ് എന്നിവയിൽ മത്സരാധിഷ്ഠിത പരിപാടി, 24 മണിക്കൂർ ഹാക്കത്തോൺ, വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകളുടെയും സ്റ്റാർട്ടപ്പുകളും പ്രദർശനവും നടക്കും. ഡീപ് ഫേക്ക്, വ്യവസായം, ലോ എൻഫോഴ്സ്മെന്റ്, സിനിമ, ജുഡീഷ്യറി തുടങ്ങിയ മേഖലകളിലെ സമാന്തര സെഷനുകളും ഉണ്ടാകും. 3 ദിവസങ്ങളിലും കലാ സാംസ്കാരിക പരിപാടികളും നടക്കും. കോൺക്ലേവിൽ ഓൺലൈനായും അല്ലാതെയും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ e3.ihrd.ac.in എന്ന ലിങ്കിനു പുറമെ 9961416202 എന്ന നമ്പറിലും ബന്ധപ്പെടാം. വാർത്താസമ്മേളനത്തിൽ ചീമേനി IHRD കോളേജ് പ്രിൻസിപ്പൽ KV നളിനി, അസിസ്റ്റന്റ് പ്രൊഫസർ S സൗമ്യ, അരുൺ P നായർ, KC ലാൽജിമോൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും IHRDയും ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന 3ാമത് അന്താരാഷ്ട്ര കോൺക്ലേവിനോടനുബന്ധിച്ച് AI ക്വിസ് ഫോർ ലേണേഴ്സിന്റെ ജില്ലാതല മത്സരം ചീമേനി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ നടന്നു. ജില്ലയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിൽ നിന്നുമുള്ള നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള നിരവധി വിദ്യാർത്ഥികൾ AI ക്വിസ് ഫോർ ലേണേഴ്സ് ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തു. മത്സരത്തിൽ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ S ശ്രുതി, A അതുൽജിത്ത് ടീം സ്കൂൾ തലത്തിലും, കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചീമേനിയിലെ വിദ്യാർത്ഥികളായ നിത്യ സുരേഷ് N, ജനനി എന്നിവരുടെ ടീം കോളേജ് തലത്തിലും സംസ്ഥാന തലത്തിലേക്ക് അർഹത നേടി. ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയ ടീമുകൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കലോത്സവത്തിൽ കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ പണിനൃത്തം പരിശീലിപ്പിച്ച ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയായ KK രാജേന്ദ്രനെ അനുമോദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ M രഞ്ജിത്ത് ഉപഹാര സമർപ്പണം നടത്തി. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ കലോത്സവത്തിന് പണിയനൃത്തം പരിശീലിപ്പിച്ച ഫോക്ലോർ അവാർഡ് ജേതാവുമായ KK രാജേന്ദ്രനെ അനുമോദിച്ചു.
സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് സ്കൂൾ പ്രിൻസിപ്പൽ എം രഞ്ജിത്ത് ഉപഹാര സമർപ്പണം നടത്തി. ചടങ്ങിൽ പ്രഥമാധ്യാപകൻ എം ലക്ഷ്മണൻ അധ്യക്ഷനായി. സന്തോഷ് കെ, രാകേഷ്, വിനോദ് പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എല്ലാവിധ ആശംസകളും അർപ്പിച്ച് നമ്മുടെ സ്കൂളിൽ ഫസ്റ്റ് സംസ്ഥാനത്തിൽ മത്സരിക്കാൻ അർഹമായതിന് നമുക്ക് പി സുനിൽകുമാർ ചികിത്സാ സഹായ നിധിയിലേക്ക് സഹായവുമായി ഹൃദ്യ ഹരിദാസും. കുഞ്ഞിമംഗലം മൂശാരിക്കോവിലിലെ ഹൃദ്യ ഹരിദാസിന്റെ ചികിത്സയ്ക്കായി സ്വരൂപിച്ച തുകയിൽ നിന്നും ഹൃദ്യയുടെ ദൈനംദിന ചിലവുകൾക്കായി നിക്ഷേപിച്ച തുകയിലെ മാസം തോറും പലിശ ഇനത്തിൽ ലഭിച്ച തുകയിൽ നിന്നുമാണ് പി സുനിൽകുമാർ ചികിത്സാ സഹായ നിധിയിലേക്ക് ഹൃദ്യ സഹായം നൽകിയത്. 2 വർഷം മുൻപ് അപൂർവമായ ഒരു രോഗം ബാധിച്ച കുഞ്ഞിമംഗലം മൂശാരിക്കോവിലിലെ ഹൃദ്യ ഹരിദാസിന്റെ ചികിത്സയ്ക്കായി ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിൽ നിക്ഷേപിച്ച തുകയിൽ നിന്നും മാസം തോറും ലഭിക്കുന്ന പലിശ ഹൃദ്യയുടെ ദൈനംദിന ചിലവുകൾക്കായി ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നു. പലിശ ഇനത്തിൽ ഹൃദ്യയ്ക്ക് ലഭിച്ച തുകയിൽ നിന്നും 10,000 രൂപ പി സുനിൽകുമാർ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി. താൻ കടന്നുപോയ നാളുകൾ ഓർമ്മിക്കുന്നതായും തന്നെ സഹായിച്ച നാട്ടുകാരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നതായും ഹൃദ്യ പറഞ്ഞു. ചടങ്ങിൽ ഹൃദ്യ ഹരിദാസ് ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ പി കരുണാകരൻ മാസ്റ്റർ, കൺവീനർ കെ.വി. സതീഷ് കുമാർ, ട്രഷറർ വി. സുരേഷ് മാസ്റ്റർ, എം.കെ. ഗോപി, എം. ദിനേശൻ, അഭിലാഷ് പി എന്നിവരും പി സുനിൽകുമാർ ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി.വി. സുകുമാരൻ, സുജിത സതീഷ് കുമാർ, പ്രമോദ് പി, കെ. ഹരിദാസൻ, വി. പ്രകാശൻ തുടങ്ങിയവരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാള സാഹിത്യരംഗത്തെ പ്രമുഖ നിരൂപകനും ചിന്തകനുമായ ഇ.പി. രാജഗോപാലന് ഈ വർഷത്തെ ഓടക്കുഴൽ പുരസ്കാരം. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സാഹിത്യ വിമർശന ഗ്രന്ഥമായ ഉൾക്കഥയ്ക്കാണ് അംഗീകാരം ലഭിച്ചത്. ജി. ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം. പൊട്ടിപ്പൊളിഞ്ഞ മാടായി വാടിക്കൽക്കടവ് റോഡ് വഴിയുള്ള യാത്ര ദുരിതയാത്ര. മാടായി മാട്ടൂൽ നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ സാരഥികൾക്കാകുമോ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. റെയിൽവേ ഭൂമിയിൽ വ്യാപകമായി മാലിന്യം തള്ളിയതിന് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 5,000 രൂപ പിഴ ചുമത്തി. മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസര പ്രദേശങ്ങളിലും റെയിൽവേ ഉടമസ്ഥതയിലുള്ള മുത്തപ്പൻ മടപ്പുര കോമ്പൗണ്ടിലുമാണ് വ്യാപകമായി മാലിന്യങ്ങൾ തള്ളിയത് കണ്ടെത്തിയത്. കണ്ണൂരിന് കുതിപ്പേകാൻ കരിവെള്ളൂർ ഹൈസ്കൂളിൽ നിന്നും നിരവധി പ്രതിഭകൾ. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 46 പ്രതിഭകളാണ് ഈ വിദ്യാലയത്തിൽ നിന്നും പങ്കെടുക്കുന്നത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.